Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ വെള്ളൂരിൽ വീട്ടിനു മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ബൈക്ക് കത്തിച്ച നിലയിൽ. ബൈക്ക് സമീപത്തെ വയലിൽ എത്തിച്ചാണ് കത്തിച്ചത്. വെള്ളൂരിലെ പ്രസന്നന്റെ ഉടമസ്ഥതയിലുള്ള പൾസർ ബൈക്കാണ് കത്തിച്ചത്. വെള്ളൂരിലെ പ്രസന്നന്റെ ഉടമസ്ഥതയിലുള്ള പൾസർ ബൈക്കാണ് രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ കത്തിച്ചത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് സമീപത്തെ വയലിലേക്ക് എത്തിച്ച ശേഷമാണ് തീയിട്ടത്. രാത്രിയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടതായിരുന്നു ബൈക്ക്. പുലർച്ചെ നോക്കിയപ്പോഴാണ് ബൈക്ക് വീട്ടുമുറ്റത്തു നിന്നും കാണാതായ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് സമീപത്തെ വയലിൽ പൂർണ്ണമായും കത്തിയ നിലയിൽ ബൈക്ക് കണ്ടെത്തിയത്. ആരാണ് ഇതിനു പിന്നിലെന്ന് തനിക്ക് അറിയില്ലെന്നും പ്രസന്നൻ പറഞ്ഞു. ഈ തൊട്ടടുത്ത് കാണുന്ന അവിടെ തന്നെയാണ് ഈ വണ്ടി പാർക്ക് ചെയ്തത്. ഇപ്പം ഞാനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടായതുകൊണ്ട് ഞാൻ ആ വണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം, ഒരു മാസത്തോളമായി. പക്ഷേ അപ്പോൾ സൈഡിൽ ഒതുക്കി വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവന്നിട്ടാണ് ഇത് കത്തിച്ചതായി കാണുന്നത്. രാവിലെയാണ് ഞാനിത് അറിയുന്നത്. ഇന്നലെ അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഞാൻ കുഞ്ഞിഷ്ടാറിന് അനുകൂലമായ ഒരു പ്രകടനം നടത്തിയതുള്ള സത്യമാണ്. പക്ഷേ ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം വെള്ളൂരിൽ നടന്ന വി കുഞ്ഞികൃഷ്ണൻ അനുകൂല പ്രകടനത്തിൽ പ്രസന്നൻ പങ്കെടുത്തിരുന്നു. ഇതാണ് അക്രമത്തിന് പിന്നിലെ കാരണമെന്ന് വി കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചു. തനിക്ക് അനുകൂലമായി പ്രകടനം നടത്തിയതിലുള്ള വൈരാഗ്യം തീർക്കാൻ ഇരുട്ടിന്റെ മറവിൽ നടത്തിയ ക്രിമിനൽ നടപടിയാണിതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. എന്നെ പുറത്താക്കിയ വിവരം ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളിലൂടെ വിശദീകരിച്ചതിന് ശേഷമാണ് മറ്റൊരു പ്രകടനം ഇവിടെ നടന്നത്. ആ പ്രകടനത്തിൽ പങ്കെടുത്ത പ്രസന്നൻ എന്ന് പറയുന്ന ഒരു സഖാവിന്റെ ബൈക്കാണ് ഇന്നലെ രാത്രിയുടെ മറവിൽ തീവെച്ച് നശിപ്പിച്ചിട്ടുള്ളത്. പൂർണ്ണമായും ആ ബൈക്ക് നശിച്ചിട്ടുണ്ട്. രാവിലെയാണ് അത് കാണുന്നത്. വീട്ടിൽ നിന്ന് ബൈക്ക് ഉരുട്ടിക്കൊണ്ടുപോയി കുറച്ച് ദൂരെ വെച്ച് തീ കൊടുക്കുകയായിരുന്നു. അപ്പൊ രാവിലെ അയൽപക്കത്തെ വീട്ടുകാരാണ് ബൈക്ക് കത്തിക്കിടക്കുന്നത് കണ്ട് വിവരം പറഞ്ഞത്. ഇരുട്ടിന്റെ മറവിൽ ആരാണ് ചെയ്യുന്നത് ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സംഭവത്തെ തുടർന്ന് പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരത്തിലെ തിരക്കേറിയ റോഡുകളിൽ സീബ്ര ലൈനുകൾ വ്യക്തമല്ലാത്തത് കാൽനടയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടയാളപ്പെടുത്തിയ സീബ്ര ലൈനുകൾ പൂർണ്ണമായും മാഞ്ഞുപോയ നിലയിലാണ്. ഇത് വാഹനം ഓടിക്കുന്നവർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്. പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലുള്ള സീബ്ര ലൈൻ, ഈ സീബ്ര ലൈനിന്റെ മാഞ്ഞു പോവലിന് ശേഷം ഇതിലൂടെയുള്ള കാൽനടയാത്ര വളരെ ദുസ്സഹമാണ്. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ വിവിധയിടങ്ങളിൽ റോഡിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ബസ്സുകളുടെ അമിത തിരക്കുള്ള പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാൽനടയാത്രക്കാർ ജീവൻ കയ്യിൽ പിടിച്ചാണ് റോഡ് മുറിച്ചു കടക്കുന്നത്. കേളോത്ത് ഭാഗത്തു നിന്നും യാത്രക്കാരുമായി വരുന്ന പല ഓട്ടോറിക്ഷകളും ആളെ ഇറക്കാൻ കൃത്യമായി നിർത്തുന്നതും സീബ്ര ലൈനിൽ തന്നെ. ഈ ഗുരുതര നിയമലംഘനം കാണേണ്ടവരൊട്ട് കാണുന്നുമില്ല. വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന സെൻട്രൽ ബസാർ പരിസരത്ത് സീബ്ര ലൈനുകൾ മാഞ്ഞത് വലിയ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കുമാണ് കാരണമാകുന്നത്. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ പരിസരം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ദിവസേന റോഡ് മുറിച്ചു കടക്കുന്ന ഇടമാണ്. ഇവിടെയുള്ള സീബ്ര ലൈനുകൾക്കും അധികം തെളിച്ചമില്ല. ഇതുപോലെ നഗരത്തിലെ പലയിടങ്ങളിലുമുള്ള സീബ്ര ലൈനുകൾ കാലപ്പഴക്കത്താൽ മാഞ്ഞുപോയ നിലയിലാണ്. കഴിഞ്ഞ ദിവസം സെൻട്രൽ ബസാറിന് സമീപം മങ്ങിയ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ഒരാൾക്ക് വാഹനമിടിച്ച് പരിക്കേറ്റിരുന്നു. വാഹനം ഓടിക്കുന്നവർക്ക് ദൂരെ നിന്ന് സീബ്ര ലൈനുകൾ തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് ഇത്തരം അപകടങ്ങൾക്ക് പ്രധാന കാരണം. സീബ്ര ലൈൻ കാണാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. വണ്ടി നിർത്താൻ പറ്റുന്നില്ല. പിന്നെ അതുമാത്രമല്ല, ആൾ നിർത്തി കൊടുക്കുന്നുമില്ല. പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് ഈ ലൈനിൽ തന്നെ ആൾ കയറ്റുന്നുണ്ട്, ഇറക്കുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതേമാതിരി മറ്റേ സൈഡും അതേമാതിരിയാണ്. പിന്നെ ആള് ഇത് കാണാത്തതുകൊണ്ട്, വണ്ടിക്കാർ കാണാത്തതുകൊണ്ടാണ് ഈ മെയിൻ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. ഈ സംഭവം ഗൗരവമായി കണ്ട്
ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം പരിഹാര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കാൽനട യാത്രക്കാർക്ക് വേഗത്തിൽ കടക്കാനാണ് സീബ്ര ലൈൻ സ്ഥാപിച്ചതിന്റെ തന്നെ ഉദ്ദേശം. എന്നാൽ ഈ കാൽനട യാത്രക്കാർക്കുള്ള ഈ വേഗത്തിൽ കടക്കാനുള്ള സീബ്ര ലൈൻ മാഞ്ഞു പോയിരിക്കുകയാണ് പയ്യന്നൂർ ടൗണിൽ പലയിടത്തും. എന്തായാലും അധികാരികൾ ഇതിൽ വേണ്ട ജാഗ്രത കാണിക്കണമെന്നാണ് പറയാനുള്ളത്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ. ക്ഷീരമേഖലയിൽ ചെറുതാഴത്തിന്റെ പേര് സുവർണലിപികൾ കൊണ്ട് എഴുതി ചേർത്ത ചെറുതാഴം മിൽക്കിന് ഡോക്ടർ വർഗീസ് കുര്യൻ പുരസ്കാരം. ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ് ചെറുതാഴം മിൽക്ക്. ക്ഷീരമേഖലയിൽ ചെറുതാഴത്തിന്റെ പേര് സുവർണ ലിപികൾ കൊണ്ട് എഴുതി ചേർത്ത ചെറുതാഴം മിൽക്ക് വീണ്ടും പുരസ്കാരം നിറവിൽ നിൽക്കുന്ന ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ചെറുതാഴം മിൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പുരസ്കാരം നിറവിൽ നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഒരു ക്ഷീര സംഘത്തിനുള്ള അവാർഡാണ് വർഗീസ് കുര്യൻ അവാർഡ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് കഴിഞ്ഞ 19-ാം തീയതി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ് കൊല്ലത്ത് നടന്ന ക്ഷീര സംഗമത്തിൽ വെച്ച് ആ അവാർഡ് വളരെ സന്തോഷപൂർവ്വം ഞങ്ങളെല്ലാം ഏറ്റുവാങ്ങി. ചെറുതാഴം മിൽക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1973 ഒരു പരമ്പരാഗത സംഘമായി ആരംഭിച്ചതാണ്. അന്ന് ഏതാനും കൃഷിക്കാരുടെ പാല് സംഭരിക്കുക, അത് വിപണനം നടത്തുക എന്ന വളരെ ചെറിയ ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ വളരെ ചെറിയ ഒരു ക്ഷീരസംഘം അത് പടിപടിയായി വളരുകയായി. ആദ്യം വാടക കെട്ടിടത്തിൽ തുടങ്ങി, പിന്നീട് സ്വന്തം സ്ഥലം വാങ്ങി സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി. അങ്ങനെ പടിപടിയായി വളർന്ന ശേഷം 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് കാർഷിക മേഖലയിൽ നൂതനാശയങ്ങൾ കൊണ്ടുവരികയും അതിനെ വിപുലപ്പെടുത്താനും ചെയ്യാനാവശ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ആ പദ്ധതികളിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നിറവ് കല്യാശ്ശേരി. ആ നിറവ് കല്യാശ്ശേരി പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കൺസോർഷ്യം രൂപീകരിച്ച് ചെറുതാഴം ബാങ്കിൻ്റെ ഈ നിലവിൽ നിൽക്കുന്ന സ്ഥലത്ത് ലീസിന് സ്ഥലം വാങ്ങി ഒരു പ്ലാന്റ് സ്ഥാപിച്ച് ചെറുതാഴം മിൽക്ക് എന്ന ഒരു ബ്രാൻഡ് നെയിമിൽ പാല് വിപണനം നടത്തുക എന്നതായിരുന്നു ഉദ്ദേശം. ചെറുതാഴം മിൽക്ക് എന്ന ബ്രാൻഡ് നെയിം കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഇന്ന് ജനങ്ങൾ ഹൃദയത്തിലേക്കും ഏറ്റുവാങ്ങുകയും ചെയ്തു. പ്ലാന്റ് മാനേജർ എന്ന നിലയ്ക്ക് എന്താ പറയുക ഈ ഒരു അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്ന സമയത്ത്? ഈ അവാർഡ് എന്ന് പറയുന്നത് സാധാരണ ഒരു അവാർഡ് കിട്ടിയതായിട്ട് കണ്ടാൽ പോലെ ഒന്ന് നമ്മുടെ ഈ സ്ഥാപനം 2 വകുപ്പുകളുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു. ഒന്ന് ക്ഷീരവികസന വകുപ്പും മറ്റൊന്ന് സഹകരണ വകുപ്പ്. അതിൽ ക്ഷീരവികസന വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നതാണ്. അവർ കാലാകാലങ്ങളിൽ പരിശോധിച്ച് അതിലെന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതോ എന്നുള്ള നിർദ്ദേശം നൽകുകയും അങ്ങനെ അതിന് മുന്നോട്ട് നയിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ക്ഷീരവികസന വകുപ്പ്. ആ ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തുന്ന ഒരു അവാർഡാണ് ഇവിടുത്തെ ജോലിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാനുള്ളത്? നമ്മുടെ സംഘത്തിൻ്റെ കീഴിൽ ഒരു 80ഓളം ജീവനക്കാർ നിലവിലുണ്ട്. അതിൽ 15 സ്ഥിരം ജീവനക്കാരാണ്. ബാക്കി 65ഓളം താൽക്കാലിക ജീവനക്കാർ ഈ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഈ പറയുന്ന വർഗീസ് കുര്യൻ അവാർഡ് പറയുന്നത് നമ്മളെ സംസ്ഥാന ക്ഷീരസംഗമത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ അവാർഡ് പ്രഖ്യാപിച്ചത്. ഈ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് നോമിനേഷനിൽ നമ്മളെ കൂടെ ഉണ്ടായത് പാലക്കാട് ജില്ലയിലെ മുതലമട ക്ഷീരസംഘവും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് സംഘവുമാണ്. അപ്പോൾ അവിടുത്തെ പോലുള്ള ഒരു പ്രകൃതി ഒരു കാലാവസ്ഥയും അനുകൂലമായ ക്ഷീരമേഖലയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം ക്ഷീരസംഘത്തെ തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ കരിവെള്ളൂർ പേരളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക രോഷാഗ്നി സംഘടിപ്പിച്ചു. ഓണക്കുന്നിൽ നടന്ന പരിപാടി മണ്ഡലം പ്രസിഡന്റ് അജിത് കുമാർ അനീക്കം ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ കരിവെള്ളൂർ പേരളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക രോഷാഗ്നി സംഘടിപ്പിച്ചു. വിത്ത് ബിൽ പിൻവലിക്കുക, രാസവള വില വർധനവ് പിൻവലിക്കുക, തൊഴിലുറപ്പ് ഭേദഗതി പിൻവലിക്കുക, വന്യമൃഗശല്യത്തിന് പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പന്തംകുളത്തെ കർഷക രോഷാഗ്നി സംഘടിപ്പിച്ചത്. ഓണക്കുന്നിൽ നടന്ന പരിപാടി മണ്ഡലം പ്രസിഡന്റ് അജിത് കുമാർ അനിക്കം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറേ നാളുകളായി കിസാൻ സഭ സമരത്തിന്റെ പാതയിലാണ്. ഈ സമരം കൊണ്ട് നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് നടപടികൾ പിൻവലിക്കും എന്നല്ല, പക്ഷേ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളെല്ലാ തലത്തിലും ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്.
ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവവികാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വിത്ത് നിയമം കൊണ്ടുവന്നുകൊണ്ട് ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ ഇന്ത്യയിലേക്ക് യഥേഷ്ടം ഇറക്കുമതി ചെയ്യാനും അതിൻ്റെ വിൽപ്പന നടത്താനുമുള്ള അവകാശം വൻകിട കമ്പനികൾക്ക് നൽകുന്ന സമീപനമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. കെ അസീസ് അധ്യക്ഷത വഹിച്ചു. എൻ സുനിൽകുമാർ, കെ വിനോദ്കുമാർ, എം വി രാഘവൻ, പി ആർ പൊന്നമ്മ, കെ ശശി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ദേശീയപാതയിൽ മദ്യപന്മാരുടെ ബോട്ടിലാട്ട്. നിർമ്മാണം നടക്കുന്ന പിലാത്തറ ദേശീയ പാതയിലാണ് മദ്യപരുടെ വിളയാട്ടം രൂക്ഷമാകുന്നത്. പാതയോരത്തെ സുരക്ഷാ കൈവരികൾക്ക് മുകളിൽ മദ്യക്കുപ്പികൾ നിരത്തിവെച്ച നിലയിൽ. രാത്രികാലങ്ങളിൽ നടക്കുന്ന ഈ ലഹരി വിളയാട്ടം പോലീസും അറിഞ്ഞ മട്ടില്ല. ഇതാണ് ദേശീയപാത നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പിലാത്തറ ടൗൺ. ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല. ഇതിന്റെ പണി മുഴുവനായി പൂർത്തിയായിട്ടുമില്ല. പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നത് പൊട്ടിയ മദ്യക്കുപ്പികളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്ന പൊട്ടാത്തതും അല്ലാത്തതുമായ മദ്യക്കുപ്പികളുമാണ്. രാത്രിയുടെ ഇരുട്ടിനെ മറവാക്കി സാമൂഹ്യ വിരുദ്ധരുടെ പ്രധാന കേന്ദ്രമായി മാറി ഇന്ന് ഈ ഏരിയ. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും റോഡിന്റെ ഇരുവശങ്ങളിലും പൊട്ടിയ കുപ്പിച്ചില്ലുകളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്ന ലഹരി വസ്തുക്കളും. മദ്യപിച്ച കുപ്പികൾ ഇവിടെ ഉപേക്ഷിച്ചത് മാത്രമല്ല, അത് ഷോ കാണിക്കാൻ എന്ന പോലെ നിരത്തി വെച്ചേക്കുന്നു. അതിഗംഭീരം. സാമൂഹ്യ വിരുദ്ധർക്ക് ഏറ്റവും സുരക്ഷിതമായ താവളം ഇതാണ് എന്നതിന്റെ തെളിവാണ് നാം ഈ കാണുന്നത്. ഉടനടി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. അപൂർവങ്ങളായ സ്റ്റാമ്പ് നാണയ നോട്ട് ശേഖരണവുമായി കാങ്കോൽ കുണ്ടയംകൊവലിലെ എം ഹമീദ്. 10ാം വയസ്സിൽ തുടങ്ങിയ ഈ വിനോദം ഹമീദ് ഇന്നും തുടരുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ ഒന്നാണ് സ്റ്റാമ്പ് ശേഖരണം. ഫിലാറ്റലി എന്നാണ് സ്റ്റാമ്പ് ശേഖരണത്തിന് പറയുന്ന സാങ്കേതിക പദം. ഹോബികളുടെ രാജാവെന്നും രാജാക്കന്മാരുടെ ഹോബിയെന്നും വിളിക്കുന്ന വിനോദമാണ് സ്റ്റാമ്പ് ശേഖരണം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹമീദ് സ്റ്റാമ്പ് ശേഖരണത്തിന് തുടക്കമിട്ടത്. 60ഓളം രാജ്യങ്ങളിലെ 5000ഓളം സ്റ്റാമ്പുകൾ ഹമീദിന്റെ പക്കലുണ്ട്. ഇതിനു പുറമെയാണ് നാണയങ്ങളുടെയും കറൻസികളുടെയും ശേഖരണം. വിവിധ രാജ്യങ്ങളിലേതുൾപ്പെടെ 300-ൽ പരം നാണയങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തെ 1 പൈസ, 2 പൈസ, 3 പൈസ മുതലുള്ളവ ശേഖരണത്തിൽപ്പെടും. കൂടാതെ 100-ൽ പരം കറൻസികളുമുണ്ട്. കുട്ടിക്കാലത്ത് വിദേശത്തു നിന്നെത്തിയ ബന്ധുക്കൾ വഴിയാണ് സ്റ്റാമ്പ് ശേഖരണം ആരംഭിച്ചതെന്നും പിന്നെ അതൊരു ശീലമായെന്നും ഹമീദ് പറയുന്നു. ഞാനിത് ഏതാണ്ട് ഹൈസ്കൂൾ പഠിക്കുന്ന കാലം മുതൽ ആരംഭിച്ചതാണ് സ്റ്റാമ്പ് കളക്ഷൻ. സ്റ്റാമ്പ് കളക്ഷന് സുപ്രധാനമായ ഹോബിയിൽ പെട്ടതുകൊണ്ട് എനിക്ക് അന്ന് മുതലേ വളരെ താല്പര്യമായിരുന്നു അത്. ഞാനൊരു സ്റ്റാമ്പിന് വേണ്ടി തന്നെ പല സ്ഥലങ്ങളും സന്ദർശിക്കുകയും പല ആൾക്കാരെ സമീപിക്കുകയും അങ്ങനെ ബൃഹത്തായ രീതിയിൽ തന്നെ സ്റ്റാമ്പ് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്റ്റാമ്പിന് വേണ്ടി ഞാൻ വളരെ ദൂരത്തോളം സഞ്ചരിച്ച ചില അനുഭവങ്ങൾ തന്നെ എനിക്കുണ്ട്. ഇപ്പോഴും ഞാൻ പല സുഹൃത്തുക്കൾ മുഖേന കിട്ടാവുന്നത്രയും കറൻസിയും കോയിൻസും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ഹോബി ആയതുകൊണ്ടാണ് എനിക്ക് ഇന്നും അതിൻ്റെ മുകളിലൊരു തുടർച്ചയായിട്ടുള്ള ആ ഒരു ഹോബി നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നു. UAE-യിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ എത്തിയിരുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കത്തുകളിൽ നിന്നും ഒട്ടേറെ സ്റ്റാമ്പുകൾ ലഭിച്ചു. ഇപ്പോൾ 73 വയസ്സുണ്ട് ഹമീദിന്. ഇദ്ദേഹം സ്റ്റാമ്പ് ശേഖരണം ഇന്നും തുടരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നിയമസഭാ തിരഞ്ഞെടുപ്പും സ്ത്രീ പ്രാതിനിധ്യവും എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി കെ അജിത ഉദ്ഘാടനം ചെയ്തു. 33% സീറ്റിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുക. അടുത്ത നിയമസഭയിൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ഉണ്ടാകണം. 1/3 മന്ത്രിസ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് നൽകണം. അടുത്ത മുഖ്യമന്ത്രി സ്ത്രീയാകണം. സ്ത്രീപീഡകർക്ക് സീറ്റ് നൽകരുത് തുടങ്ങിയ വിഷയങ്ങൾ മുഖ്യ അജണ്ടയാക്കി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും സ്ത്രീ പ്രാതിനിധ്യവും എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. എം സുൽഫത്ത് കൺവീനറായ തുല്യ പ്രാതിനിധ്യം പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കെ അജിത ഉദ്ഘാടനം ചെയ്തു. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ എത്ര
നിയമസഭാ അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം വളരെ മോശം. ഇതിലൊക്കെ അതിൻ്റെ പെർസെൻറ്റേജൊക്കെ പറയുന്നുണ്ട്. പാർട്ടിസിപ്പേഷനാണ്. LDFിലാണ് കുറച്ച് ആളുകളുള്ളത്, അതിന് വളരെ കുറച്ചേ ഉള്ളൂ. UDF തീരെയില്ല. BJPയിൽ അവരാരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അത് ആരും ജയിച്ചിട്ടില്ല ഇതുവരെ. നിയമസഭയിൽ ആരും ജയിച്ചിട്ടില്ല. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈയിടെ കഴിഞ്ഞതാണ്. ഡോക്ടർ AK ജയശ്രീ മോഡറേറ്ററായി. അഡ്വക്കേറ്റ് KM രമ, ലളിത P, ഡോക്ടർ S ശ്രീലേഖ, മാധവൻ പൊറിച്ചേരി, നിഷി ലീല ജോർജ്, മേരി എബ്രഹാം, K രാമചന്ദ്രൻ, ശ്രീജ AK, സഫ MM, PK സുരേഷ്, N സുബ്രഹ്മണ്യൻ എന്നിവർ വിഷയാവതരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മീൻ പിടിക്കാൻ മടിയില്ലാത്തവൻ മടിയൻ. കുപ്പിയും മൈദയും ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന വിശേഷങ്ങളുമായി മടിയന്റെ ചൂണ്ടക്കാരൻ എന്ന ഇൻസ്റ്റഗ്രാമർ നൂറുദ്ദീൻ നെറ്റ്വർക്ക് ന്യൂസിനൊപ്പം. ഹായ് ഗൈസ്, മടിയൻ വന്നിട്ടുണ്ട്. അല്ല, മടിയന്റെ കൂടെ ഇന്ന് നമ്മളും ചേരാൻ പോവാണേ. ഈ മൈദയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മടിയൻ അവിടെ മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് അവിടെ വരെ ചെന്നിട്ട് വരാം. മടിയനെ ഇവിടെ ചൂണ്ടിയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കാണ്. ഹായ് മടിയ. ഹായ്, മടിയ വന്നിട്ടുണ്ടേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഈ മടിയെന്നില്ല പേരിന്റെ പിന്നിലെ രഹസ്യം എന്താ? രഹസ്യമായിട്ടൊന്നുമില്ല. മടിയെന്ന് ഞാൻ തന്നെ എനക്കിട്ട പേരെന്നെ. ശരിക്കുള്ള പേരെന്താ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു? ശരിക്കും നൂറുദ്ദീൻ. നൂറു എന്ന് വിളിക്കും. ശരിക്കും ജീവിതത്തിലും മടിയൻ തന്നെയാണോ? ജീവിതത്തിൽ മടിയെന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും മീൻ പിടിക്കാനും മടിയില്ല. ബാക്കി ഒരുവിധം എല്ലാ കാര്യത്തിനും മടി തന്നെ. ഓക്കെ, ഈ മടീന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ കുപ്പിയില് മീൻ പിടിക്കുന്നത്. അത് ഇതിപ്പോ എന്താ പറയാ, ചില ആള് പറയും കൈ നനയാണ്ട് മീൻ പിടുത്തം എന്താ പറയാ. ഇത് കുപ്പിയില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, അത് ഒരു ട്രിക്ക് ഒരു 5-8 വർഷം മുമ്പത്തെ ഏതോ ഇംഗ്ലീഷുകാരായിട്ട് പിടിക്കുന്ന കണ്ടു. അപ്പൊ അവര് ഏതെല്ലോ രീതിയിലാണ് കുപ്പിയിട്ട് പിടിക്കുന്നുണ്ടായിനി. നമ്മ അതിന്റെ വേറെ രീതി നോക്കി പഠിച്ച് അവസാനം വലിയ കുപ്പി വരെ എത്തി. ഇത്രക്കില്ലേ അല്ലേ? ചെറിയ കുപ്പി തുടങ്ങിയാണ്, ഈ കുപ്പി തുടങ്ങി അവസാനം വലിയ കുപ്പി. ഇപ്പം വലിയ കുപ്പി ആരും പുറത്തൊന്നും ആരും ഇടുന്നില്ല, അത് നമ്മൾ തന്നെ ഇടുന്നില്ല. വലിയ കുപ്പിയിൽ ഒരു 3-4 കിലോ തിരുതെല്ലാം പിടിച്ചത് എനിക്ക് എൻ്റെ ഈലി പ്രകാരം വേറെ ആരും വീഡിയോ ഇതൊന്നും ഞാൻ കണ്ടില്ല. പിടിക്കുന്നുണ്ടാവുമായിരിക്കും ആരെങ്കിലും. മുമ്പേ വീഡിയോ എടുക്കലുണ്ടോ ചോദിച്ചാൽ മുമ്പേ എടുക്കലുണ്ട് വീഡിയോ. ഡെയിലി പോവും, വീഡിയോ എടുക്കും. പക്ഷെ മടിയായതുകൊണ്ട് അപ്ലോഡ് ചെയ്യില്ല. അങ്ങനെ അന്നേരം എന്തോ പേരുണ്ടായിനി ചാനലിന്, ഫിഷിങ്ങിൻ്റെ എന്തോ പേരിട്ടിനി. അന്നേരം അതെന്നാ ഓർമ്മയില്ല. എന്നിട്ട് ഒരു ദിവസം വീഡിയോ എല്ലാം എടുത്തെടുത്ത് ഒരു ദിവസം മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോക്കറ്റിലേക്ക് ഇടേണ്ട ഫോൺ പൊയിലേക്ക് ഇട്ടു. അങ്ങനെ എല്ലാം പോയി. രണ്ടാമത് ഞാൻ ചാനൽ തുടങ്ങാൻ വിചാരിച്ചു. ഞാൻ ചിന്തിച്ചു എന്താണ് എൻ്റെ പ്രശ്നം, ഇത് എല്ലാം ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്യില്ല, മടി. അതുകൊണ്ട് എന്താക്കി നല്ല നൈസായിട്ട് മടിയന്റെ ചൂണ്ടാന്ന് പേരിട്ടിട്ട് തുടങ്ങി. ഈ മടിയന്റെ പേരിന് പിന്നിൽ ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞു, എന്താന്ന് പറയാ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മടി തന്നെ. അതായത് ഈ പറഞ്ഞത് എന്താ പറയാ, ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കും, അത് ഫുൾഫിൽ ചെയ്യില്ല. എല്ലാം എളുപ്പ വഴി എല്ലാം കണ്ടുപിടിക്കും, പക്ഷെ ഒന്നും പൂർത്തീകരിക്കൂല. അതായത് ഇപ്പൊ വീഡിയോ എടുത്തതിനാൽ അത് ഇടൂല. പിന്നെ എന്താക്കി അത് മാറ്റി ഇടാൻ തുടങ്ങി. ഇട്ടാലേ ആൾക്കാർ കാണും. പിന്നെ ജീവിത രീതി ശൈലിയെല്ലാം മടി തന്നെ. നമ്മൾ പണ്ടും പിന്നെയും എല്ലാം എളുപ്പ വഴി കണ്ടുപിടിക്കും. എന്നിട്ട് ഇപ്പൊ പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പണിക്ക് പോകാണ്ട് മറ്റുള്ളവരെ പണിയെടുപ്പിച്ച് ജീവിക്കുന്നു. അതതിന്റെ ഉത്തമ ഉദാഹരണം. ഓക്കെ, ഇനിയിപ്പോ ഇങ്ങനെ ഈ ഒരു മൈദ ഉപയോഗിച്ചിട്ട് ഏത് മീനെ പിടിക്കാൻ പോന്നെ? ഇതിപ്പം മാലാൻ കിട്ടും, തിരുത കിട്ടും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ വേൾഡിൽ ഇത്രയും വലിയ തിരുത നമ്മളെ ആ ഒരു ടൈപ്പ് കുപ്പിയാക്കിയിട്ട് ആരും പിടിച്ചിട്ട. തമിഴ്നാട്ടിലെല്ലാവരും പിടിക്കുന്നുണ്ട്, പക്ഷെ അത് 2.5 ലിറ്ററിന്റെ സാധാ നമ്മ ബോട്ടിൽ ചെറിയ ഫിഷാണ്. ചെറിയ ഒരു 1.5 ഇപ്പോൾ അത് ഞാൻ കണ്ടിട്ടാ കുപ്പിയിൽ പിടിക്കുന്നത്. എന്തായാലും മടിയന്റെ മീൻപിടുത്തം തുടരട്ടെ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേഷിനും ആശിഷിനും ഒപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. ഏറ്റുകുടുക്ക AUP സ്കൂൾ 80ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രശസ്ത സിനിമാ നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റുകുടുക്ക AUP സ്കൂൾ 80ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സിനിമാ താരം അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 6 മാസമാകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് HM ഒരു കത്ത് തന്നിടും. ആ കത്തിൻ്റെ ഉള്ളടക്കമൊക്കെ എനിക്ക് കാണാതറിയായിരുന്നു. മാഡത്തിൻ്റെ മോം എടുക്കാനാണ്, പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്,
അങ്ങനെ ആകുമ്പോൾ അടുത്ത സ്കൂളിൽ നിന്ന് അടുത്ത സ്കൂളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ട് പൂർവ്വ വിദ്യാഭ്യാസ പല സ്കൂളുകളിലും പല സ്ഥലങ്ങളിലിടാ നമ്മൾ അന്ന് ആ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാടാ എന്ന് പലരും പറയുമ്പോഴാണ് ഞാൻ അവിടെയും പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുക. പിന്നെ അന്ന് ഈ കലാലയ രാഷ്ട്രീയമൊക്കെ ഉള്ളതുകൊണ്ട് ഈ സോഷ്യാബിലിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ വൈകാരിക വശം കൂടുതലുള്ള ഒരാളായതുകൊണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ ഇങ്ങനെ ട്രാൻസ്ഫർ അടിച്ചുകൊണ്ടിരുന്നു. ചടങ്ങിൽ PV ബാലൻ അധ്യക്ഷത വഹിച്ചു. KG ബിന്ദുമോൾ, P ശശിധരൻ, MB സുനിൽകുമാർ, പ്രഥമാധ്യാപകൻ CK രമേശൻ മാസ്റ്റർ, T തമ്പാൻ, P കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ കാൻഫെഡിന്റെ ആഭിമുഖ്യത്തിൽ ഒത്തുചേരലും ആദരിക്കലും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. കാൻഫെഡ് ഓഫീസിന് സമീപം നടന്ന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ കാൻഫെഡിന്റെ ആഭിമുഖ്യത്തിൽ ഒത്തുചേരലും ആദരിക്കലും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. കാൻഫെഡ് ഓഫീസിന് സമീപം നടന്ന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. കൂക്കാനം റഹ്മാൻ മാസ്റ്റർ ആമുഖ ഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരസമർപ്പണം ഡോക്ടർ VC രവീന്ദ്രനും അനുമോദനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശനും നിർവഹിച്ചു. രാജൻ കൊടക്കാട് എഴുതിയ നിശി താഴ്വരയിലെ വെണ്ടൂവൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡോക്ടർ E ശ്രീധരൻ നിർവഹിച്ചു. KP രാഘവൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. TV രവീന്ദ്രൻ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ബാബു കോടഞ്ചേരിയുടെ ഉമ്മാച്ചു കഥാപ്രസംഗവും ഫ്യൂഷൻ ഡാൻസ് എന്നിവയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വലിയ പറമ്പ് കടലോരത്ത് തെരുവ് നായ്ക്കളുടെ അക്രമത്തിൽ പരിക്കേറ്റ വിദേശ കടൽക്കാക്കകൾക്ക് രക്ഷകരായി പ്രഭാത സവാരിക്കാരും വനം വകുപ്പ് അധികൃതരും. ഭീമനടിയിൽ നിന്ന് വനം വകുപ്പ് അധികൃതരെത്തി പടന്ന മൃഗാശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി കടൽക്കൊക്കിനെ നിരീക്ഷണത്തിനായി കൊണ്ടുപോയി. ചൊവ്വാഴ്ച രാവിലെ 7:30 വലിയ പറമ്പ് കടലോരത്ത് കാലിച്ചാൻ കാവിനടുത്തുള്ള ഭാഗത്ത് നടക്കാനോ പറക്കാനോ പറ്റാത്ത നിലയിൽ പുറംഭാഗം കറുപ്പു നിറത്തിലുള്ള ലെസർ ബ്ലാക്ക് ബാക്ക്ഡ് ഗൾ എന്ന വിഭാഗത്തിൽപ്പെട്ട കടൽക്കാക്കയെ പരിക്കേറ്റ നിലയിൽ പ്രഭാത സവാരിക്കാർ കണ്ടെത്തിയത്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ കാലാവസ്ഥക്കനുസരിച്ചെത്തുന്ന ഈ വിഭാഗത്തിലുള്ള കടൽക്കാക്കകളെ വലിയ പറമ്പിൽ സ്ഥിരമായി കാണാറുണ്ട്. തൃക്കരിപ്പൂരിലെ രാജേഷ് ഏക്കാട്, ഷാജി കപ്പണക്കാരൻ എന്നിവരാണ് പരിക്കേറ്റ് കിടക്കുന്ന കടൽക്കാക്കയെ കണ്ടത്. തുടർന്ന് വനം വകുപ്പ് ഭീമനടി സെഷൻ ഓഫീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വനം വകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ A രമിത, U സുധീഷ് എന്നിവർ വലിയ പറമ്പിലെത്തി പടന്ന മൃഗാശുപത്രിയിലേക്ക് കടൽക്കാക്കയെ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകി ഭീമനടി വനം വകുപ്പ് ഓഫീസിലെത്തിക്കുകയായിരുന്നു. 2 ദിവസം നിരീക്ഷിച്ച് ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിടുമെന്ന് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കല്യാശ്ശേരി സോക്കർ ലീഗ് KSL MLA കപ്പ് ബ്ലാക്ക് കോബ്ര പഴയങ്ങാടിക്ക്. അമൽ ഹോളിഡേയ്സ് AFC കുഞ്ഞുമംഗലത്തെയാണ് പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിന്റെ ഭാഗമായി നടന്ന സൗഹൃദ മത്സരത്തിൽ എമിജിൻ MLA ബൂട്ടണിഞ്ഞു. കല്യാശ്ശേരി സോക്കർ ലീഗ് KSL MLA കപ്പ് ബ്ലാക്ക് കോബ്ര പഴയങ്ങാടി നേടി. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ നിക്ചാൻ അമൽ ഹോളിഡേയ്സ് AFC കുഞ്ഞുമംഗലത്തെയാണ് പരാജയപ്പെടുത്തിയത്. ബ്ലാക്ക് കോബ്ര പഴയങ്ങാടിയുടെ മിന്നും താരം ആദിത്യൻ വിജയ ഗോൾ നേടി. ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ ഫുട്ബോളർ CK വിനീത്, മുൻ MLA TV രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ലഹരിക്കെതിരായി കായിക മേഖലയെ സജീവപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കല്യാശ്ശേരി MLA M വിജിന്റെ നേതൃത്വത്തിൽ MLA കപ്പ് ആവിഷ്കരിച്ചത്. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം MV ഷിമ, MV രാജീവൻ, KC തമ്പാൻ മാസ്റ്റർ, M ശ്രീധരൻ, റിട്ടയർഡ് DYSP അഷറഫ് തുടങ്ങിയവർ കളിക്കാരെ പരിചയപ്പെട്ടു. ടൂർണമെന്റ് ചാമ്പ്യന്മാരായ പഴയങ്ങാടി ബ്ലാക്ക് കോബ്രയ്ക്ക് മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് സ്പോൺസർ ചെയ്ത MLA കപ്പ് റോളിംഗ് ട്രോഫിയും കണ്ണപുരം പൊയ്യിൽ കാർത്തിയായനി അമ്മയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ 50,000 രൂപ പ്രൈസ് മണിയും വാട്സപ്പ് കൂട്ടായ്മയായ വോയിസ് ഓഫ് കല്യാശ്ശേരി സ്പോൺസർ ചെയ്യുന്ന സ്ഥിരം ട്രോഫിയും M വിജിൻ MLA സമ്മാനിച്ചു. റണ്ണേഴ്സായ നിക്ചാൻ അമൽ ഹോളിഡേയ്സ് FC കുഞ്ഞിമംഗലത്തിന് എരിപുരം യൂണിക് ഫ്യൂവൽ സ്റ്റേഷൻ സ്പോൺസർ ചെയ്ത 25,000 രൂപ പ്രൈസ് മണിയും ട്രോഫിയും M വിജിൻ MLA സമ്മാനിച്ചു. മികച്ച കളിക്കാരനായി അമൽ ഹോളിഡേയ്സിന്റെ മൊഫീദിനെയും മാൻ ഓഫ് ദ മാച്ചായി ബ്ലാക്ക് കോബ്രയുടെ ആദിത്യനെയും മികച്ച ഗോൾ കീപ്പറായി നവനീതിനെയും തിരഞ്ഞെടുത്തു. ഏറെക്കാലത്തിനു ശേഷം പഴയങ്ങാടി റെയിൽവേ ഗ്രൗണ്ടിൽ ആദ്യമായി നടന്ന ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വീക്ഷിക്കാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് കായിക പ്രേമികളാണ് ഒഴുകിയെത്തിയത്. മത്സരം വരും വർഷങ്ങളിലും തുടരുമെന്ന് M വിജിൻ MLA പറഞ്ഞു. വളരെ ആവേശകരമായിരുന്നു. 23-ാം തീയതി മുതൽ
നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കായിക പ്രേമികളുടെ പങ്കാളിത്തം കൊണ്ട് വിജയകരമായൊരു ടൂർണമെൻറ്റായും ഈ MLA കപ്പ് മാറുകയാണ്. അതിൻ്റെ സീസൺ 1 നമ്മൾ റോളിംഗ് ട്രോഫിയാണ് ഇവിടെ MLA കപ്പായിട്ട് നൽകുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ 8 ടീമുകളാണ് ജനുവരി 23 മുതൽ 26 വരെയായി പഴയങ്ങാടി റെയിൽവേ ഫ്ലൈറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി വെറ്ററൻ താരങ്ങൾ അണിനിരന്ന മത്സരത്തിൽ MV ജിൻ MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന പോനാപ്പള്ളി പുതിയ ഭഗവതി കോട്ടം കളിയാട്ട മഹോത്സവത്തിന് തുടക്കം. ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച കലവറ നടക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. അതിപുരാതനവും പുതിയ ഭഗവതി കോട്ടങ്ങളിൽ പ്രധാനവുമാണ് പോനാപ്പള്ളി പുതിയ ഭഗവതി കോട്ടം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 പഞ്ചുരുളി അമ്മ തെയ്യക്കോലം കെട്ടിയാടും. പുതിയ ഭഗവതി, ബപ്പിരിയൻ, വീരാളി, പൂക്കുട്ടി ശാസ്തപ്പൻ, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി തുടങ്ങിയ തെയ്യക്കോലങ്ങളും കെട്ടിയാടും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തളിച്ചാലം കുഞ്ഞാലി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും ശ്രീനിവാസൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. മനു ഉദ്ഘാടനം ചെയ്തു. തളിച്ചാലം കുഞ്ഞാലി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും സിനിമാ നടൻ ശ്രീനിവാസൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥാലയം എക്സിക്യൂട്ടീവ് അംഗം ഹരീഷ് TV ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. മനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണദാസ് പലേരി ശ്രീനിവാസൻ അനുസ്മരണം നടത്തി. ഗ്രന്ഥാലയം പ്രസിഡന്റ് KV ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സജിത് പലേരി, ഗംഗാധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കരോക്കെ ഗാനാലാപനവും നടന്നു. കുളപ്പുറം ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. ജനുവരി 28 തിരുവപ്പന മഹോത്സവം സമാപിക്കും. കുളപ്പുറം ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വിളയാങ്കോട് ശിവക്ഷേത്രത്തിൽ നിന്നും ബാലികന്മാരുടെ താലിപ്പൊലിയോടെയും അതിയടം വരാഹം ഡാൻസിന്റെയും കണ്ണപുരം വനിതാവാദ്യ സംഘത്തിന്റെയും വാദ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ജനുവരി 28 ബുധനാഴ്ച പുലർച്ചെ 5 മണിക്ക് തിരുവപ്പന പുറപ്പാടും ഗുളികൻ ദൈവത്തിന്റെ കലശവും തുടർന്ന് അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.